ഇപ്പോൾ ദില്ലി ജന്തർ മന്ദറിലേക്ക് പോവുകയാണ്. അവിടെ CJP സമരത്തിലെ പോലീസ് നടപടിക്ക് പിന്നാലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സമരവേദിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ബൃന്ദ കാരാട്ട് സമരവേദിയിൽ എത്തിയിരിക്കുന്നു. ആദിൽ പാലോടെ വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ CJPക്ക് പിന്തുണ നൽകി പല ഘട്ടങ്ങളിലായിത്തീരുന്നു. സോനം വാങ്ചുക്കിനെ കാണാൻ ഇപ്പോൾ അഭിജിത് ദീപ്കെ സമരത്തിലേക്ക് കടക്കുമ്പോൾ അവിടേക്ക് ബൃന്ദയും എത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും എത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ടാണ് അല്പം മുൻപ് CJP വേദിയിലേക്ക് എത്തിയത്. അഭിജിത് ദീപ്കയോട് സംസാരിക്കുകയും ചെയ്തു. ഒപ്പം യോഗേന്ദ്ര യാദവ് കൂടി എത്തിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. CPI-യുടെ നേതാവ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അഭിജിത് ദീപ്കയെ കാണാനും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുമാണ് നേതാക്കൾ എത്തുന്നത്. വരുന്ന നേതാക്കളെല്ലാം പ്രകടിപ്പിക്കുന്ന ആശങ്ക ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ അഭിജിത് ദീപ്കെ അടക്കമുള്ള നിരാഹാരം പ്രഖ്യാപിച്ചിട്ടുള്ള നേതാക്കളെയൊക്കെ ഇവിടെ നിന്നും ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പോലീസിന്റെ ഒരു നടപടി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ എത്തുന്ന നേതാക്കളൊക്കെ ആശങ്കപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി നൂറുകണക്കിന് പ്രവർത്തകരാണ് CJP അനുയായികളാണ് ജന്തർ മന്ദറിലേക്ക് ഇപ്പോൾ എത്തുന്നത്. പാട്ടുപാടിയും മുദ്രാവാക്യം മുഴക്കിയും പല ഭാഗങ്ങളിൽ സമരം തുടരുന്നത് കാണുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥി നേതാക്കൾ നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് മഫ്തിയിലെത്തിയ 15-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിതമായി വേദിയിലേക്ക് കടക്കുകയും സോനം വാങ്ചുകിനെ ബലമായി ഇവിടുന്ന് പിടിച്ച് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് സോനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ആദ്യം ഡോക്ടർമാരെത്തുകയും പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തിയിലെത്തി വെള്ള കർട്ടൻ കൊണ്ട് മൂടിയ ശേഷമാണ് സോനം വാങ്ചുകിനെ ദൃശ്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പിന്നീട് ആംബുലൻസിൽ വളരെ വേഗം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ സോനം വാങ്ചുകിനെ സഫ്ദർജംഗ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നൽകി വരികയാണ്. ഇപ്പോൾ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. 20-ാം തീയതി CJP പാർലമെന്റ് തുടങ്ങുന്ന വരുന്ന തിങ്കളാഴ്ച വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ആ മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സോനത്തിനെ പിടിച്ചുകൊണ്ടുപോയതിന് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ അഭിജിത് ദീപ്കെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ CJP-യുടെ സമരവേദിയിലേക്ക് എത്തുകയാണ്. സ്മൃതി, ശരി. ജന്തർ മന്ദറിൽ ഇപ്പോൾ CJPക്ക് കൂടുതൽ പിന്തുണയുമായി നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.